ഹലോ ഗായ്സ്, ഒമാനിലെ വിഷു വിശേഷങ്ങൾ കണ്ടാലോ? വിഷുവിന് തലേന്നുള്ള എൻ്റെ അനീഷിൻ്റെയും ഓട്ടപ്പാച്ചിലാണ് ഈ കാണുന്നത്. വിഷുവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അമ്മാന എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ കടയിൽ നാട്ടിൽ കിട്ടുന്ന മിക്ക സാധനങ്ങളും നമുക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. വാഴ, പിണ്ടി, ഫ്രഷ് ഫ്ലവേഴ്സ്, പനങ്കരിക്ക്, തേങ്ങയുടെ അകത്തുള്ള പൊങ്ങ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വിഷു സ്പെഷ്യലായിട്ട് ഞാൻ അവിടെ കണ്ടായിരുന്നു. എന്നെ അട്രാക്റ്റ് ചെയ്ത ഐറ്റം ഈ ഇരിക്കുന്ന ചക്കയാണ്. നല്ല പഴുത്ത ചക്കയായിരുന്നു തോന്നുന്നു. ആ ചക്കയുടെ മണം മൊത്തം കടയിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇങ്ങനത്തെ ഫാൻസി സ്റ്റോറിലെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കമ്മല്, മാല, കുപ്പിവളകൾ ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഗൈസ്. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലെത്തി, എല്ലാം കഴുകി വൃത്തിയാക്കി നമ്മളിതാ കണി ഒരുക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ക്രിയേറ്റീവ് മൈൻഡിൽ നിന്ന് വന്ന ഐഡിയാസൊക്കെ വെച്ചിട്ട് ഞാൻ നമ്മുടെ കണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാണ്. കണി വെള്ളരിയിൽ നമ്മൾ ഇതേപോലെ കണ്ണും മൂക്കും ചുണ്ടൊക്കെ വരയ്ക്കും. എത്ര നാട്ടിൽ ഇങ്ങനെ കണ്ണി വെള്ളരീനെ ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ ഒരുക്കും? ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരുക്കി ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി രാത്രിത്തേക്ക് എല്ലാം ടിപ്പ് ടോപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ കാണാം. ഇതാണ് ഞാൻ ഒരുക്കിയ വിഷുക്കണി. എങ്ങനെയുണ്ട് ഗായ്സ്? നന്നായിട്ടില്ലേ? അപ്പോൾ ട്രിപ്പിളൈയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒമാനിൽ നിന്നുള്ള വിഷു കൈനീട്ടം ഇതാ പിടിച്ചോ. അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ട ശേഷം അനീഷിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണ്. ദോശയും തക്കാളി ചമ്മന്തിയായിരുന്നു. അതെല്ലാം കഴിച്ച് അനീഷിനെ പറഞ്ഞു വിട്ടു ഓഫീസിലേക്ക്. പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നമ്മുടെ അടുത്ത പണിയിലേക്ക് കിടന്നു. ഈ തവണ ഞാൻ വിഷു സദ്യ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. കാര്യം എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ ട്രാവൽ ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ പാലടപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടപ്പായസമൊക്കെ ഉണ്ടാക്കിയ ശേഷം അനീഷ് ആഗ്രഹം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് സദ്യ നമുക്കുള്ള വാങ്ങിച്ചിട്ട് വന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു ഗൈസ്. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പരിപ്പ് പായസവും അടിപൊളിയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച ശേഷം പപ്പടം, പഴം, പായസവും കൂടി പിടിച്ചു നമ്മുടെ വിഷു നമ്മളങ്ങനെ ആഘോഷിച്ചു. ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഷു വിശേഷങ്ങൾ ഒമാനിലെ. അപ്പോൾ ട്രിപ്പിളൈയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും അനീഷിൻ്റെയും വക ഹാപ്പി വിഷു. ഇനി നമുക്ക് ഷാർജയിലെയും അജ്മാനിലെയും വിഷു വിശേഷങ്ങളൊക്കെ കണ്ടാലോ? ബയോ. സോ ഗൈസ്, ഞങ്ങളുടെ വിഷു ഇവർ ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരിവിടെ ഷോപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ വെച്ച് അമ്മൂമ്മ കണി ഒരുക്കാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ്, ഞങ്ങളൊക്കെ കണി ഞങ്ങളുടെ കൃഷ്ണ അമ്മ കൃഷ്ണന് ഉടുപ്പ് ഇടിപ്പിക്കുന്നതാണ്, പുതിയ ഉടുപ്പ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമ്മ. അങ്ങനെ ഗൈസ്, ആ ഡ്രസ്സ് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു ഡ്രസ്സ് എടുത്തു കൃഷ്ണനെ ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കുറേ സമയം കളയണമെന്നും പറഞ്ഞ് അമ്മമ്മ വഴക്കിട്ട് പോയി കേട്ടോ ഗൈസ്. പിന്നെ ഞാനും അമ്മയും കൂടി മാലയൊക്കെ ഇട്ട് സെറ്റാക്കിയപ്പോഴത്തേക്കും അമ്മമ്മ വന്നു. അമ്മമ്മക്കാണെങ്കിൽ തുടച്ചിട്ടും മതിയാവുന്നില്ല ഗൈസ്. എന്താ ചെയ്യണം? ഇതെല്ലാം അമ്മമ്മ കഴുകി ഇതെല്ലാം വെളുപ്പിച്ചെടുത്ത്. എന്നിട്ട് അമ്മമ്മ ഇപ്പോൾ കഴുകണത് മറ്റേ പീതാംബരി.
1 കിലോ അരിയും കൊണ്ട് എൻ്റെ അമ്മൂമ്മ വന്നിട്ടുണ്ട്. എന്തിനാണ് 1 കിലോ അരി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിറച്ച് ശരി. ഇപ്പൊ യെസ് ഗൈസ്, നമ്മൾ 1 കിലോ അരിയാണ് ഉരുളിക്കകത്ത് ഇടാൻ പോകുന്നത്. ഇവിടെ ഇതിന് പൊട്ടെഴുതാനുള്ള വഴക്കാണ്. കൺമഷിയ ഇതിലിങ്ങനെ എഴുതണമെന്ന് ആരാ പറഞ്ഞിട്ടുള്ള? ഇങ്ങനെയല്ലേ? നമ്മുടെ അല്ലല്ല, ഇതാണ് മുഖം, ഇതാണ്, ഇത് വാലാണ്. സോ ഗൈസ്, ഞങ്ങൾ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഫുൾ വീഡിയോ. സോ ഇനി നാളെ കണി കാണുമ്പോൾ കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷാർജയിലെ വിഷുക്കണി ഗൈസ്. അമ്മൂമ്മ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മ എല്ലാവരെയും വിളിച്ച് കണിയൊക്കെ കാണിച്ചു, വിഷു കൈനീട്ടമൊക്കെ കൊടുക്കുമായിരുന്നു. തുറന്ന് കണ്ണു തുറന്നു എല്ലാം കണ്ട വെറുതെ തുറന്ന ചിറ്റപ്പോൾ ഒരു മിനി തട്ടിക്കൂട്ടി സദ്യ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കൊച്ചിയിലേക്ക് അങ്ങോട്ട് ഞങ്ങൾക്ക് നോൺ വെജ് ഉണ്ട് വിഷുവിൻ്റെ അന്നത്തെ സദ്യയിൽ. അതുകൊണ്ടാണ് നിങ്ങളിതിൽ ചിക്കൻ ഫ്രൈ കാണുന്നത്. പിന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു, സേമിയ ആൻഡ് പരിപ്പ്. സോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വിഷു സദ്യ കഴിച്ച് മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. അമ്മൂമ്മ ഹാപ്പി അല്ലേ വിഷുവിന്? എന്തെങ്കിലും പറയും. ഹാപ്പിയാണ് മോനെ, നോക്കി പറ, വീഡിയോ ഹാപ്പിയാണ് മോനെ. അടിപൊളിയായിരുന്നില്ല? അടിപൊളി, സൂപ്പർ വിഷു. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. അപ്പം നിങ്ങളിപ്പം സ്വാധീനം ശ്രദ്ധിച്ചേച്ചിയുടെയൊക്കെ വിഷു ആഘോഷങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പം നമുക്കിനി എൻ്റെ വീട്ടിൽ ഒരു ചെറിയ കുട്ടി വിഷു ആഘോഷം കാണാം. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, ഈ പ്രാവശ്യം എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, നാട്ടിൽ പോയേക്കുവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഈ പ്രാവശ്യം വിഷു ആഘോഷിക്കാൻ പോകുന്നത്. എങ്ങനായി തീരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ എൻ്റെ ഇത്രയും നാളത്തെ വിഷു എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, തലേദിവസം ഞാനും അച്ഛനും അമ്മയും കൂടെ വിഷുക്കണിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ അച്ഛനാണ് എന്നെ കൊണ്ടുപോയി കാണിക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് കൈനീട്ടം കിട്ടും. ഇതെല്ലാം കിട്ടി ഉച്ചയാകുമ്പോൾ സദ്യ ഉണ്ടാകും. പിന്നെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോകും, അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കൈനീട്ടം കിട്ടും. ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ 25 കൊല്ലമായിട്ടുള്ള എൻ്റെ വിഷു ആഘോഷങ്ങൾ. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഇതൊന്നും നടക്കത്തില്ല. കാരണം എനിക്ക് ജോലിയുണ്ട്, രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം. പിന്നെ 6 മണിക്ക് ഞാൻ വീട്ടിലെത്തത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വിഷു സദ്യ പോലും എനിക്ക് തോന്നില്ല കഴിക്കാൻ പറ്റുമെന്ന്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് വല്ലതും കഴിച്ചു. അപ്പം എന്തായാലും വിഷു നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഷോപ്പിങ്ങിന് പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ ഞാനെല്ലാം സെറ്റാക്കി വെക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ വിഷു ആഘോഷം. ഇതാണ് എൻ്റെ ഒരു പ്ലാൻ. ഇനി എങ്ങനെയായി തീരുമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ലൈഫ് ഇസ് അൺപ്രഡിക്റ്റബിൾ. സോ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. സോ എന്തായാലും ഞാൻ ഷോപ്പിങ്ങിന് പോട്ടെ, സമയമായി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ വിഷു ഈ പ്രാവശ്യം സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. എൻ്റെ രാവിലെ എന്നോടൊപ്പം വന്നു, നിങ്ങളും കണി കണ്ടോളൂ. അപ്പോൾ ബൈ ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരെ ഞങ്ങൾ പൂക്കടയിലാട്ടോ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മുല്ലപ്പൂവും കൊന്നപ്പൂവും പിന്നെ പച്ചമാങ്ങയും വാങ്ങിച്ച് നേരെ നമ്മുടെ ലുലുവിൽ വിട്ടു. അവിടെ നിന്ന് എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ച് നേരെ ഭക്ഷണം കഴിക്കാൻ വിട്ടു. കാരണം അപ്പോഴേക്കും തന്നെ ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ആ വിശപ്പിൽ ഞാൻ ഒരു പ്ലേറ്റ് ബിരിയാണി തിന്നത് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഞാൻ അത്രയ്ക്ക് വിശന്നിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒപ്പം ഞാനൊരു ഐസ്ക്രീമും തിന്ന് നേരെ വീട്ടിലോട്ട് പോയി. സോ ബിരിയാണി കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഐസ്ക്രീം
വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മുട്ടൻ പണിയായിരുന്നു ഗൈസ്. വീടെല്ലാം തൂത്ത് തുടച്ച് പിന്നെ കണിയെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല ലേറ്റായി. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാണാൻ. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. അപ്പം ഞാൻ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ എന്നിട്ട് കണിയൊക്കെ കണ്ടു. ഇപ്പം ഞാൻ ഓഫീസിൽ പോവാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ വിഷു ഇത്രയേ ഉള്ളെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം വന്ന് സദ്യക്ക് കഴിക്കാനുള്ള സമയമുണ്ടോ, ടയേർഡായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ കയറി കിടന്ന് ഉറങ്ങുമായിരിക്കും മിക്കവാറും. സോ അങ്ങനെ ആണെങ്കിൽ ബൈ ഗായ്സ്, ഇതായിരുന്നു എൻ്റെ വിഷു. സോ എനിവേ ഗായ്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. കാരണം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി നല്ല ടയേർഡായതുകൊണ്ട് അപ്പോൾ അങ്ങനെ തന്നെ കിടന്നുറങ്ങി. സദ്യ കഴിക്കാനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് രാവിലെ ഞാൻ പൂരി ഭാജിയും ഒരു ഫിൽറ്റർ കോഫിയും കുടിച്ച് ഓഫീസിൽ പോയി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വിഷു ആഘോഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.